ഇതാണ് കുഞ്ഞു റൊട്ടി. കുഞ്ഞു റൊട്ടി സാധാരണയായി ചിക്കനും മട്ടനും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കാറ്. ഞാൻ ഇതിലേക്ക് മുട്ടയാണ് ആഡ് ചെയ്തത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ അരി അരച്ചാൽ മതി. സാധാ അരി അരച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞു റൊട്ടി ഉണ്ടാക്കാം. ഞാൻ അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം. നെയ്പ്പത്തിരിക്കെല്ലാം വേണ്ടി അരി കുഴച്ചെടുക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ അരി അരച്ചിട്ടാണ് കുഞ്ഞു റൊട്ടി ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തത്. ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇതാണ് കുഞ്ഞു റൊട്ടി. വലുതാണെങ്കിൽ ഒറോട്ടി എന്ന് പറയും. ഇത് ചെറിയ കുഞ്ഞു റൊട്ടി. ഇങ്ങനെ ഓരോന്നോരോന്നാക്കി നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ മൊബൈലിലുണ്ട്, ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നത്. സാധാരണ നമുക്ക് രണ്ട് കൈ ഉണ്ടെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ഷേപ്പ് കിട്ടും. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത്. ഒന്ന് ഉരുട്ടിയെടുത്ത് മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അടിപൊളി ഷേപ്പ് കിട്ടും. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഞാൻ ആവി കയറ്റിയിട്ടാണ് വേവിപ്പിച്ചത്. അതിന് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് കുറേ ദൂരമുള്ള ഒരു പാത്രത്തിൽ ഇത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. വേവിപ്പിക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് കുറച്ച് പച്ചക്കറിയാണ് എടുത്തത്. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് കടുകിടാം, കുറച്ച് ഉലുവ ഇട്ടെടുക്കാം, പിന്നെ കുറച്ച് ജീരകം ഇട്ടെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടെടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് വേവിപ്പിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വന്നാൽ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുഞ്ഞു റൊട്ടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആവിയിൽ. ഇതിനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് തേങ്ങ ചിരകിയത് വേണം. അത് നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയിലേക്ക് നമുക്ക് വേവിപ്പിച്ച് വെച്ച കുഞ്ഞു റൊട്ടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുഞ്ഞു റൊട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും മട്ടനും ഇല്ലാതെ തന്നെ ഈ കുഞ്ഞു റൊട്ടി ഈ വെജിറ്റബിൾ മസാലയിൽ അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിലേക്ക് 2 പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഈ മുട്ട ആദ്യം ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തു. അത് നമുക്കിനി ഈ കുഞ്ഞു റൊട്ടിയിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനും മട്ടനും ഇല്ലാതെ തന്നെ നമുക്ക് ഈ കുഞ്ഞു റൊട്ടിയിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുട്ട ആഡ് ചെയ്ത കുഞ്ഞു റൊട്ടി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ കുഞ്ഞുറൊട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതാണ് അടിപൊളി കുഞ്ഞുറൊട്ടി. താങ്ക് യു.